ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്. 7-ാം വചനം പറയുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. അപ്പം നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നേരുള്ളവർ ആരാണ്? നീതിമാനാണ്. നീതിമാൻ ആയിരിക്കും. നേരില്ലാത്തവൻ ആരാണെന്ന് കൂടി അവിടെ പറയുന്നുണ്ട്. 11:6 പറയുന്നുണ്ട്, നേരില്ലാത്തവൻ ദുഷ്ടനാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് പരമാർത്ഥം കാണുവാൻ കഴിയുന്നു. 6-ാം വചനത്തിൽ പറയുകയാണ്, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും, നീതിയും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. ദുഷ്ടന്മാർ, നീതിയില്ലാത്തവർ ദുഷ്ടന്മാരാണെന്നും ആ ദുഷ്ടന്മാരുടെ മേൽ ദൈവം കെണികളെ വർഷിപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്തൊക്കെയാണ്? തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. പിന്നെയും അവിടെ ദുഷ്ടനെക്കുറിച്ച് പറയുന്നത്, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. അപ്പം ദൈവം വെറുക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്നുള്ളതാണ് നാം നമ്മെ തന്നെ ചിന്തിക്കേണ്ടത്. ദുഷ്ടനെക്കുറിച്ച് ദൈവം പറയുന്നു, ദുഷ്ടൻ്റെ മേൽ എന്തു വരും? അവൻ ദുഷ്ടൻ്റെ മേൽ കെണികളെ അയക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നീതിമാനാണോ ദുഷ്ടനാണോ എന്നുള്ളത് വിലയിരുത്തുവാൻ വേണ്ടിയാണ് ദൈവം ഈ വചനങ്ങളെ തന്നിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, ദുഷ്ടൻ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വെല്ലുകുലച്ച അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അപ്പോൾ ദുഷ്ടൻ്റെ വേറൊരു സ്വഭാവമാണ് നീതിമാനെ, അല്ലെങ്കിൽ ഹൃദയപരമാർത്ഥതയിൽ ജീവിക്കുന്ന, ആർക്കും ദോഷം ചെയ്യാതെ ജീവിക്കുന്ന വ്യക്തികളെ വീഴിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നീതിമാനാണോ ദുഷ്ടനാണോ എന്നുള്ളതിൻ്റെ വിലയിരുത്തൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. നീതിമാനെ യഹോവ ഇഷ്ടപ്പെടുന്നു. നീതിമാൻ ദൈവത്തിൻ്റെ മുഖം കാണും. ദൈവത്തിൻ്റെ മുഖം കണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും നാം ഒരുക്കിയെടുക്കേണ്ടതാണ്. അവിടെ സങ്കീർത്തനക്കാരൻ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. നീതിമാൻ എപ്പോഴും യഹോവയെ ശരണപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുഷ്ടൻ എന്തു ചെയ്യുന്നു? ഹൃദയപരമാർത്ഥികളെ തള്ളിയിടുവാൻ ഇരുട്ടത്തെയ്ത് വീഴ്ത്തേണ്ടതിന് വേണ്ടി നോക്കുന്നു. എന്നാൽ നീതിമാൻ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അപ്പോൾ നീതിമാൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്താണ് ചെയ്യുന്നത്? അവൻ അവിടെ നിന്ന്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. നോക്കിക്കേ, നീതിമാൻ അടിസ്ഥാനങ്ങൾ തെറ്റി വീണുപോയാൽ, മറിഞ്ഞുപോയാൽ നീതിമാൻ സ്വർഗത്തേക്ക് നോക്കുന്നവനാണ്, വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കുന്നവനാണ് എന്നവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. ആരെ? ദൈവത്തെ ദർശിക്കുന്നു. വീണാലും നിലംപരിശായാലും വീണ് കിടക്കുന്ന ഇടത്ത് കിടന്നുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണ് നീതിമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം ശോധന ചെയ്യുന്ന ഒരു നീതിമാനായി മാറുവാൻ, ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും ഒരുക്കപ്പെടുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ എല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.